എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആക്രമണങ്ങൾ? അതായത് നേരത്തെ സൈനികരെക്കെതിരെയുള്ള ആക്രമണം, ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കെതിരെയുള്ള ആക്രമണം, അതിനു മുന്നേ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെയുള്ള ആക്രമണം. അപ്പോൾ കാര്യങ്ങൾ മാറി മാറി വരികയാണ്. പുതിയ പുതിയ വാർ ഫ്രണ്ടുകൾ തുറന്നു വരുന്നു. ഇന്ത്യക്കിനെ എന്ത് ചെയ്യാൻ കഴിയും? ഇതിൻ്റെ റൂട്ട് കോസ് ഇല്ലാതാക്കുക, വേരോടെ പിഴുക. അത് എളുപ്പമുള്ള കാര്യമാണോ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ചെയ്യാവുന്ന കാര്യമാണോ? ചെയ്യാവുന്ന കാര്യമാണ്. സമയമെടുക്കും. ഈ ഒരു വാർ പാകിസ്ഥാനുമായിട്ടുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നത്, പാകിസ്ഥാൻ 3 or 4 കഷ്ണമായിട്ട് ബലോച്ച്, സിന്ധ്, പഞ്ചാബ്, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ അല്ലെങ്കിൽ അതിനെ ഖൈബർ പഖ്തൂൺഖ്വ എന്ന രീതിക്ക് 4 വിഭജിച്ച് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 4 എന്താ പറയുക പൂറായിട്ടുള്ള പാവപ്പെട്ട രാജ്യങ്ങളായിട്ടായിരിക്കും ജനിക്കുന്നത്. അവരെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ സർക്കാരിനെ സഹായിക്കുന്നത് പോലെ അവരെ സഹായിച്ച് ഇന്ത്യ അവരുടെ കൂടെ കൂടുകയും അവരുടെ ഒരു ഫ്രണ്ടായിട്ട് മാറാൻ ശ്രമിക്കുകയുമാണ് ഭാരതം ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ അവിടെ പോയി ധാരാളം പ്രോജക്റ്റുകൾ എടുത്തിട്ടുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കാനുള്ള പ്രോജക്റ്റുകളാണ് എടുത്തിരുന്നത്. അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ വെച്ച് പണിയെടുപ്പിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടായിരുന്നു. അന്നും താലിബാൻ ധാരാളം ഇന്ത്യക്കാരെ അവിടെ പണിയെടുക്കാനായിട്ട് പോയ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കയ്യിൽ നിന്ന് റാൻസമായിട്ട് പൈസ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇന്ന് താലിബാൻ ഇന്ത്യയുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഇന്ത്യ താലിബാൻ്റെ സുഹൃത്താണ് എന്ന് ഉള്ള അവസ്ഥയിലേക്ക് സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് സമയമെടുത്ത് ചെയ്തതാണ്. അങ്ങനെയേ ഇതിനെയും പരിഹരിക്കാൻ പറ്റൂ. ചൈനയുടെ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ആർക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന, ഡർട്ടി വർക്ക് എന്നതിനെ നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിടുപണി ചെയ്യുന്ന ഒരു സർക്കാർ ഇല്ലാതാക്കാനായിട്ടാണ് ഭാരത സർക്കാർ നോക്കേണ്ടതും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം സർക്കാരിനെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. പാകിസ്ഥാൻ സൈന്യത്തിന് വളരെ വലിയ ഒരു സ്വാധീനം അവിടെയുണ്ട്. പഴയ പഴഞ്ചൊല്ല് ആർമി വിത്ത് എ കൺട്രി എന്ന പഴഞ്ചൊല്ലിലേക്കാണ് വയത്ത് വന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ആർമിയുടെ ലെഗസി ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാൻ ആർമി എന്നൊരു ലെഗസി ഉണ്ട്. അത് നാളെ ബലൂച്ച് ആർമിയും സിന്ധ് ആർമിയും ഖൈബർ ആർമിയും പഞ്ചാബ് ആർമിയുമായി മാറുകയും ഇവയെ നേരിട്ട് കൺട്രോൾ ചെയ്യുകയും ഇവയെ എന്താ പറയുക, പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർമിക്ക് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രീതിക്ക് ഒരു സംഗതി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആർമിക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്നത്. അതിനെ ഇല്ലാതാക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ഇനി ആക്രമിച്ചാൽ തീർക്കും, പലതായിട്ട് വിഭജിച്ച് കളയും. അത് നമ്മളല്ല വിഭജിക്കാൻ പോകുന്നത്. കാരണം ഇനി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമാണ് ഉണ്ടാകാൻ പോവുക. ഓൾറെഡി എനിക്ക് തോന്നുന്നു ബലോചിസ്ഥാനിൽ നിന്ന് അവരുടെ പാകിസ്ഥാൻ ആർമിയെ പിൻവലിക്കാനായിട്ട് ഓൾറെഡി സംസാരം നടക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖ്വാജ ആസിഫ് തന്നെയാണ് പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ബലോച്ചിൽ ഓൾറെഡി നടക്കുന്ന ആഭ്യന്തര കലാപത്തിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ പട്ടാളക്കാരെ മുഴുവനോട് എടുത്തുകൊണ്ട് ബലോച്ചിന് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ പോരെ. ബലോച്ച് ലിബറേഷൻ ആർമിക്ക് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ മതി. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് വേലി അങ്ങ് കെട്ടി അടച്ചാൽ മാത്രം മതി. ഇത് തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലും നടക്കും. അവിടെ ഓൾറെഡി എന്താ പറയുക, അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി വിടാനായിട്ട് നിൽക്കുന്ന അഫ്ഗാൻസ് എല്ലാം അവിടെയാണുള്ളത്. അവിടെ നിന്ന് അവർ പോകുന്നില്ല തീരുമാനിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആക്രമണത്തിന് ഇന്ന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത സമയത്ത് വയ്യാത്ത എന്തിന് കയ്യാൽ കയറാൻ പോയി എന്ന് ചോദിക്കുന്നു.